Watch full episodes on Jio Hotstar. Stop! Stop in the name of law! The name is Chingam. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. അറിയാമല്ലോ impossible. ചാർജ്. എന്റെ അമ്മ ഏത് സർക്കസിലെ ജോക്കറാണോ ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കാതെ ആ കൂടാരത്തിൽ പോകാൻ നോക്ക്. എന്റെ അമ്മ ഇവന്മാരെന്നെ ജോക്കർന്ന് വിളിച്ചോ. എത്ര ധൈര്യമുണ്ടെങ്കിൽ എന്റെ കൂട്ടുകാരന് സർക്കസിലെ ജോക്കറാണെന്ന് പറയും. മോഷ്ടിച്ച സാധനങ്ങളൊക്കെ മര്യാദയ്ക്ക് ഇവിടെ വെച്ചിട്ട് മിണ്ടാതെ ഇവിടുന്ന് തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത്. അതെ, ദേവി അങ്ങ് ശാന്തനാകൂ. ഇവരോടൊന്നും മിണ്ടാൻ നിൽക്കണ്ട. ഇവരെല്ലാം TDCD ആൾക്കാരാണ്. ഈ TDCD എന്നൊക്കെ വെച്ചാൽ എന്താണ് സാർ? അത് ഡോണുകളുടെ ഡോൺ. ഇവരൊക്കെ ചെറിയ ഡോൺ. ഞങ്ങളും ഒരു ഡോണിനും യാതൊരു വിധത്തിലും കുറഞ്ഞിട്ടില്ല. മര്യാദയ്ക്ക് മോഷ്ടിച്ച സാധനങ്ങൾ ഇവിടെ വയ്ക്കേ, ഇല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തരും ഞങ്ങൾ എത്ര വലിയ ഡോൺ ആണെന്ന്. നോക്കിയിരിക്കാതെ അറ്റാക്ക് ചെയ്യേ. ആരോടാ കളിക്കുന്നേ? നിന്നെ ഞങ്ങൾ വിടില്ല. ഇന്നാ നീ പിടിച്ചോ, ഇന്നാ പിടിച്ചോ. ഇപ്പൊ കാണിച്ചേരാടാ. ആട്ടെ, നിങ്ങളുടെ സ്ഥലം എവിടെയാ ഉള്ളത്? ഭാഗത്തായിട്ടാ. ഒരു മിനിറ്റ്. ഇതാരാണ്? ഇയാൾ എന്റെ ആൾക്കാരെ ആണല്ലോ തല്ലുന്നത്. ഇങ്ങനെയാണെങ്കിൽ എന്റെ പേര് തകർന്ന് തരിപ്പണമാകുമല്ലോ. ഞാൻ ഡോൺമാരുടെ ഡോൺ, ചെറിയ ഡോൺ ആണ്. ചെറിയ ഡോൺ. എന്റെ ആൾക്കാരെന്തിയേ? എന്താ ഇവിടെ ഇപ്പോഴും എത്താഞ്ഞേ? നിങ്ങളെല്ലാവരും ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്നാണ് അടി മേടിച്ചിട്ട് വന്നിരിക്കണേ. എന്റെ മാനവും മര്യാദയും എല്ലാം നശിച്ചില്ലേ? എനിക്ക് ഇപ്പം മറ്റേ ഡോണന്മാരുടെ കൂടെ ഒരു മീറ്റിംഗ് ചെയ്തേ പറ്റൂ. ഹലോ കൂട്ടുകാരെ, വെൽക്കം. സോറി, ഇത്തരം ഒരു ചെറിയ നോട്ടീസിൽ വിളിക്കേണ്ടതായിട്ട് വന്നു. ഹൂ ഈസ് ദിസ് മാൻ? ആർക്കാണ് ഇയാളെ അറിയാവുന്നത്? പറ. ഇവനോ? ഇവൻ ഡോണുകൾക്കെല്ലാം ഡോണാണ്. ഇവൻ കാരണമാണ് എന്നെ കൊണ്ട് ഫുർഫുറി നഗറിൽ കക്കാൻ പറ്റാതെ പോയത്. ഇവൻ കാരണമാണ് ഞാൻ പലതവണ അടി മേടിച്ചിട്ടുള്ളത്. അങ്ങനെയാണോ? അപ്പൊ അയാള് നിന്റെ നാട്ടുകാരനല്ലേ? അപ്പൊ ഞാൻ പറയുന്ന പോലെ ഒരു മെസ്സേജ് അങ്ങോട്ട് അയക്കുക. എന്റെ കൂടെ വെറുതെ വഴക്കുണ്ടാക്കണ്ടെന്ന് അങ്ങോട്ട് പറഞ്ഞേക്കുക. ഇതിൽ ഞാനെന്ത് ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ ഞാനൊരു ഐഡിയ തരാം. നിന്നെ കൊണ്ട് എത്രയും ദൂരം ഓടാൻ പറ്റുമോ ഓടിക്കളാ. അവന്റേത് രക്ഷപ്പെടാൻ പറ്റില്ല. ഇപ്പൊ നീ 4-5 അടിയൊക്കെ ഉണ്ടാവാം. പക്ഷെ അവന്റേത് അടി മേടിച്ച ഒരടി പോലും ബാക്കി കാണില്ലെന്നേ. കൊള്ളാമല്ലോ ബോസ്. ബോസ്, എത്ര മനോഹരമായ പഞ്ച് ഡയലോഗാ. പഞ്ച് ഡയലോഗിന്റെ കാര്യം വിട്. ഇത് പഞ്ച് ഡയലോഗ് പറയാനുള്ള ഇന്റർവെൽ അല്ല. അയാൾക്ക് മെസ്സേജ് കൊടുക്കണതിന് പകരം എനിക്ക് മെസ്സേജ് തരികയാണോ? വഴക്കുണ്ടാക്കണത് ശക്തി കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ്. ബുദ്ധി കൊണ്ട്. ഇപ്പൊ മുന്നോട്ട് നോക്ക്, ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന്. ഓ, അയാളെ പിടിച്ചു കെട്ടി വലിച്ച് ഇറച്ചി എന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്. എന്നിട്ട് ഞാനിത് റിപ്പോർട്ടർക്ക് അയച്ചിട്ട് ലൈവ് ടെലികാസ്റ്റ് കാണിക്കാം. ലൈവ് ടെലികാസ്റ്റ്. അയ്യോ അയ്യോ അയ്യോ, ലൈവ് ടെലികാസ്റ്റ്. ഇതിനെന്താ വില? ഓ, അത്രയധികം. നിങ്ങളെ എല്ലാവരെയും പിടിച്ചു കെട്ടി വണ്ടിക്കകത്തിട്ട് കൊണ്ടുപോരാൻ എന്റെ ബോസ് കൽപ്പിച്ചിരിക്കുകയാണ്. വന്നിന്റെ കൈകൾ കെട്ട്. എനിക്കിത് കൈകൾ കെട്ടി കൊണ്ടുപോകണം അല്ലേ? അതെ, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? നിനക്കൊരു മനുഷ്യനെ കെട്ടിയിടാൻ പോലും പറ്റുന്നില്ലല്ലോ. എടോ, ഇങ്ങോട്ടൊന്ന് മാറി നിൽക്കേ. അതെങ്ങനെയാണെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. നോക്ക്. കഴിഞ്ഞു. യെസ് ഡ്രൈവർ, ഇനി എത്രയും പെട്ടെന്ന് തന്നെ ഇവന്മാരെയും കൊണ്ട് ആ ഡോണിന്റെ അടുത്തേക്ക് ചെല്ലൂ.
ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ കെട്ടിയിട്ട് വലിക്കുന്നത്? ദയവേദി ലൈവ് ഒന്ന് നിർത്തന്റെ പെങ്ങളെ. ഇല്ല, ഇത് എനിക്ക് വളരെ വലിയ ക്ഷീണമായി പോയി. ലൈവ് ടെലികാസ്റ്റില് എന്റെ ആളെ ആണ് വലിച്ചഴിച്ചോണ്ട് പോണത്. ഇത് എനിക്ക് ഇന്റർനാഷണൽ ക്ഷീണമായി പോയി. ഇത് എനിക്ക് വെറുതെ വിടാൻ കഴിയില്ല. പെട്ടെന്ന് ഇറങ്ങേ. അവിടെ എന്താ സംഭവിക്കുന്നത്? എല്ലാവരും വരൂ, പെട്ടെന്ന് വരൂ, നോക്കൂ അവിടെ എന്താ സംഭവിക്കുന്നത്. അകത്ത് എന്തോ നടക്കുന്നു. ഒരുപക്ഷെ മോട്ടുവും പത്തിലും സ്മോക്കിംഗ് ഗ്യാസ് കൊണ്ട് ബോധം കെട്ട് വീണിരിക്കോ. ഇത്തവണ ശരിക്കും അവർ കെണിയിൽപ്പെട്ടിരിക്കുക. ഇത്ര ലേറ്റ് എന്തിനാ ചെയ്യണേ? വെരി ഗുഡ്. ഇപ്പൊ മനസ്സിലാകും ജോണിന്റെ ബുദ്ധിയുടെ കാര്യം. അതെ, വഴക്കടിക്കണത് തലച്ചോറ് കൊണ്ടാ, ശക്തി കൊണ്ടല്ല. അങ്ങനെ അവസാനം മോട്ടു പത്തിലു DDCDയുടെ കെണിയിൽപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് അവിടെ പോയി ലൈവ് എടുക്കാം. വരൂ, അവിടെ എന്താ സംഭവിക്കുന്നത് നോക്കാം. എല്ലാവരും പെട്ടെന്ന് പോ, അതിനെ ഫോളോ ചെയ്യാം. എന്താ സംഭവിക്കുന്നു നോക്കാലോ. വേഗമാവട്ടെ. നിങ്ങൾ എല്ലാവരും എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇതുവരെ ഉണ്ടാക്കിയത്. ഇനിയിപ്പോ എല്ലാവരും ഇവന്മാരെ അങ്ങോട്ട് തകർക്കുക. ബോസ് പിഴിഞ്ഞെടുത്തില്ലേ? മിണ്ടരുത്. ആദ്യം ഇത് പറ, ആരെ എന്നെ അകത്തേക്ക് വലിച്ചേ? ആദർന്ന് പറയണോ? ഞങ്ങൾക്കറിയില്ല ബോസ്. ശരി, എല്ലാരും ഇവരെ തുറന്നു വിടുക. ഇവർക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ട്. പത്തിലു, നീ ഇനിയിപ്പൊ ഞങ്ങൾ എല്ലാരും ഡാൻസ് ചെയ്തൊന്ന് കാണിക്കുക. കേൾക്കുകയുണ്ടായി ഫുർഫുരി നഗറിലെ ആൾക്കാർ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നു. എങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് തുടങ്ങുക, പെട്ടെന്ന് പോയി കളിച്ച് കാണിക്കേ. ബോസ്, ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ കളിച്ചാ മതി. ഇയാളെന്താ ഇങ്ങനെ അടിക്കുന്നത്? കളിച്ചോളും, ഇല്ലെങ്കിൽ നിച്ചമ്പന്തി പരിവാകും. ഇത് ലൈവ് ടെലികാസ്റ്റ് ചെയ്യാ, മുഴുവൻ ലോകം ഇത് കാണണം. അതായത് ഇവന്മാരെല്ലാരും ഡാൻസ് ചെയ്യുന്നത്. ലൈവ് ടെലികാസ്റ്റ് കൊള്ളാം കൊള്ളാം. ഞാനും ഡാൻസ് കളിക്കുന്നുണ്ട്. പൊളിച്ചെടുത്തല്ലോ. ലൈവ് ടെലികാസ്റ്റിൽ എനിക്ക് ഡാൻസ് കളിക്കുന്നത് 20 കൊല്ലത്തെ അനുഭവം അറിയോ. എന്നാ പിന്നെ ഒരു ഗ്രൂപ്പ് ഡാൻസ് കളിച്ചാലോ? എന്താ സുഹൃത്തുക്കളെ? അല്ല ഇതെന്താ? അല്ല ഇവിടെ എന്തൊക്കെയായി സംഭവിക്കണേ? ഇതിപ്പോ യഥാർത്ഥമാണെങ്കിൽ പിന്നെ അപ്പ അവിടെ അടിമേടിച്ചതൊക്കെ ആരായിരുന്നു? ഡോൺകളുടെ ഡോൺ, ഛോട്ടാ ഡോൺ. ഞങ്ങളുടെ കയ്യിലുമുണ്ട് കുറച്ച് മരുന്ന്. എന്താ, ഇഷ്ടപ്പെട്ടോ? എന്തേ, നിങ്ങൾക്ക് എല്ലാവർക്കും അടി വേണോ അതോ നിങ്ങൾ ഡാൻസ് ചെയ്യുന്നോ? പറയൂ. വേണ്ട വേണ്ട, ഞങ്ങള് ഡാൻസ് കളിച്ചോളാവേ. ഇല്ല ഇല്ല, ഇതൊന്നും ഒരിക്കലും സാധ്യമല്ല. നിങ്ങൾക്ക് ഇപ്പൊ തല്ല് മേടിക്കാനുള്ള സമയമായി. ഞാനിപ്പോ നിങ്ങളെ സ്വയം പേഴ്സണലി അടിക്കാൻ പോവാ. ഇതെന്താണ്? ഈ 14 ഇഞ്ച് TV എങ്ങനെയാണ് പെട്ടെന്ന് ഹോം തിയേറ്ററായി മാറിയത്? ഇപ്പൊ കാണിച്ചു അല്ല, എങ്ങോട്ടായി ഓടണേ? അല്ല, ഇയാള് വീട് ചെറുതായല്ലോ. ഒക്കെ ഈ വാച്ച് കാരണമല്ലേ? ആദ്യം ആ വാച്ച് അഴിച്ചേ. ഇതെന്റെ ഒരു സ്പെഷ്യൽ വാച്ചാണ്. എന്നെ കുറച്ച് നിമിഷത്തേക്ക് അതൊരു ജയന്റ് ആക്കി മാറ്റും. അതുകൊണ്ടാണ് ലോകം മുഴുവൻ എന്നെ പേടിക്കുന്നത്. അയ്യോ വേണ്ട, ഒന്നും ചെയ്യില്ലേ. പൊളിച്ചെടുത്തല്ലോ. മോട്ടു അവിടുന്ന് രക്ഷപ്പെട്ടോ. വേണ്ട, എന്നെ തന്നല്ലേ. വേണ്ട. വേണ്ടെന്ന് പറഞ്ഞില്ലേ? അയ്യോ എന്താ വേണോ? എന്നാ എന്റെ കയ്യിൽ നിന്ന് എടുത്താ നോക്കാം.
ഇത്തവണ ഞാൻ കാണിച്ചു തരാം. ഇത് പിടിച്ചോ. ഡോക്ടർ ചക്ക, ഇത് പിടിച്ചോ. എന്നെ ഇനി അടിക്കല്ലേ, എനിക്ക് അടി കൊണ്ട് ശീലമില്ല. ഇനി എന്റെ ഊഴമാണ്. ഇരിക്കട്ടെ, പിടിച്ചോ. എനിക്ക് തല്ലിയ ശീലമുള്ളൂ. തെറ്റുപറ്റിപ്പോയി, സോറി. മതി, ഇനി എന്റെ ഊഴമാണ്. ശരിയെന്നാ മ്യൂസിക് ഓൺ ചെയ്യൂ. പിന്നെ ഡോൺജി മ്യൂസിക് തുടങ്ങിക്കോ കേട്ടോ. റിപ്പോർട്ടർ മാഡം, ലൈവ് ടെലികാസ്റ്റ് വരാൻ പോവല്ലേ? അതെ സർ, എല്ലാം ലൈവായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ തുടർന്നോളൂ. ഡാൻസ് തുടങ്ങിക്കോളൂ. Watch India's largest kids library only on Jio Hotstar. Download the app now.